ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോയെന്ന് ആലോചിച്ച് നോക്കും. പേടിച്ചു പോയിരിക്കും അല്ലെ? അതാണ് സിൽവനോയുടെ കഥ. സിൽവനോയ്ക്ക് ഫേറ്റൽ ഫെമിലിയൽ ഇൻസോംനിയ എന്നൊരു രോഗമാണ് ബാധിച്ചത്. തലമുറകളായി ഈ ഒരു ശാപം വിടാതെ പിന്തുടർന്ന ഒരു ഇറ്റാലിയൻ കുടുംബത്തിലായിരുന്നു പുള്ളിക്കാരൻ. അതിൽ പെട്ടുപോയി എല്ലാവരുടെയും വിധിയും ഒന്നായിരുന്നു. ഒരു ദിവസം സിൽവനോയ്ക്ക് ഉറക്കം പൂർണ്ണമായിട്ട് അങ്ങ് പോയി. ആദ്യം 1-2 ദിവസത്തെ ഉറക്കമില്ലായ്മയായിരുന്നു. പിന്നെ അത് ആഴ്ചകളായി, പിന്നെ മാസങ്ങളായി. ഡോക്ടർമാരെ സ്ലീപ്പിംഗ് പിൽസും സെഡേറ്റീവ്സും ഒക്കെ കൊടുത്തു നോക്കി. എന്തിന് മരുന്ന് കൊടുത്ത് കോമയിലാക്കാൻ വരെ നോക്കി. പക്ഷെ ഒന്നിനും ഒരു ഫലം ഉണ്ടായില്ല. കാരണം പ്രശ്നം പുള്ളിക്കാരന്റെ കണ്ണിലായിരുന്നില്ല, തലച്ചോറിലായിരുന്നു. നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിലായ ഒരു തലാമസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഉറക്കത്തിന്റെ കാവൽക്കാരൻ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഓരോ ദിവസവും രാത്രി ആകുമ്പോൾ പുറം ലോകത്തിന് ബന്ധം കട്ട് ചെയ്ത് തലച്ചോറിനെ ഉണർത്തിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഡീപ് സ്ലീപ്പിലേക്ക് മാറ്റുന്നത് ഈ കക്ഷിയാണ്. പക്ഷെ ഫേറ്റൽ ഫെമിലിയൽ ഇൻസോംനിയ ഉള്ളവർക്ക് ഒരുതരം കേടായ പ്രോട്ടീൻസ് വന്ന് ഈ തലാമസിനെ പതുക്കെ നശിപ്പിച്ചു കളയും. അതോടെ തലച്ചോറിന് സ്വയം ഉറങ്ങാനുള്ള കഴിവ് തന്നെ ഇല്ലാതാവും. അധികം വൈകാതെ സിൽവനോയ്ക്ക് ഹാലൂസിനേഷൻസ് അഥവാ ഇല്ലാത്ത കാഴ്ചകൾ കാണാൻ തുടങ്ങി. വെയിറ്റ് വല്ലാതെ അങ്ങ് കുറഞ്ഞു. ബിപിയും ഹാർട്ട് റേറ്റും ശരീരത്തിന്റെ ചൂടും ഒക്കെ കൺട്രോൾ ഇല്ലാതെ കൂടി. ഓർമ്മശക്തി പതുക്കെ മങ്ങി തുടങ്ങി. ശരീരം വീക്ക് ആയിക്കൊണ്ടേയിരുന്നു. ഇതിനൊക്കെ പ്രതിരോധിക്കാൻ ശരീരത്തിന് ഒരല്പം വിശ്രമം ആവശ്യമായിരുന്നു. പക്ഷെ അത് നൽകാൻ പുള്ളിക്കാരന്റെ ബ്രെയിനിന് കഴിവില്ലായിരുന്നു. 1983 അവസാനങ്ങളിലായിരുന്നു പുള്ളിക്കാരന് ആദ്യമായി രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. ഒടുവിൽ മാസങ്ങളോളം സിൽവനോയ്ക്ക് സാധാരണ മനുഷ്യങ്ങളെ പോലെ ഒരു യഥാർത്ഥ ഉറക്കം കിട്ടിയിട്ടില്ല. മാക്സിമം ട്രീറ്റ്മെന്റുകളും ഒക്കെ കൊടുത്തെങ്കിലും ഒന്നിനും പുള്ളിക്കാരനെ രക്ഷിക്കാൻ പറ്റിയില്ല. അങ്ങനെ മാസങ്ങളോളം തളർന്ന് ഒടുവിൽ അവയവങ്ങളും നെർവസ് സിസ്റ്റങ്ങളും താങ്ങാൻ പറ്റാതെ 1984 സിൽവനോ മരണത്തിലേക്ക് ഇറങ്ങി. ചിലപ്പോഴൊക്കെ ഏറ്റവും പേടിപ്പിക്കുന്ന മരണം എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, നമ്മളെ എങ്ങനെ ഉറക്കണമെന്ന് സ്വന്തം തലച്ചോറ് പതുക്കെ മറന്നു പോകുന്നത് ലൈവായി കണ്ടു നിൽക്കേണ്ടി വരുന്നതാണ്.